അപ്പൊ നമ്മൾ ആദ്യ ചാപ്റ്റർ സെറ്റ് കേട്ടാ. സെറ്റിൽ 6 മാർക്കിന്റെ ചോദ്യം ചോദിക്കും. പിന്നെ വളരെ സിമ്പിളാണ് ചാപ്റ്റർ, പക്ഷെ ഒന്ന് രണ്ട് ചെറിയ ചെറിയ ട്വിസ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ വളരെ ശ്രദ്ധിച്ചിരുന്നോ. വളരെ കുറച്ച് ക്വസ്റ്റ്യനുകളേ ഉള്ളൂ, എല്ലാ കൺസെപ്റ്റും കിട്ടും കേട്ടാ. അപ്പൊ ആദ്യ ചോദ്യത്തിൽ പറയണത് എ ഇന്റർസെക്ഷൻ എ കോംപ്ലിമെന്റ് ഈക്വൽ ടു ഡാഷ്. 1 മാർക്കിന്റെ ചോദ്യമാണ് കേട്ടാ. എ ഇന്റർസെക്ഷൻ എ കോംപ്ലിമെന്റ് ഈക്വൽ ടു ഡാഷ്. പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം, അതിന്റെ തൊട്ട് താഴെ ഒരു രണ്ടാമത്തെ ചോദ്യം ഉണ്ടല്ലോ, ആ ചോദ്യത്തിൽ നോക്കി തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ആദ്യത്തെ ചോദ്യത്തിന്റെ ആൻസർ നമുക്ക് എഴുതാം. താഴെ നോക്കുന്ന സമയത്ത് നമുക്ക് കിട്ടും എന്ത്, എ ഈക്വൽ ടു സെറ്റ് 2 3 4 ആ. ശരിയല്ലേ? എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എക്ക് പുറത്തുള്ളത് എന്നാണ് അർത്ഥം. എന്താണ് അർത്ഥം? എക്ക് പുറത്തുള്ളത്. അപ്പൊ നോക്കടാ, ആ യു എന്ന് പറയുന്നതിൽ 1 മുതൽ 6 വരെ ഉണ്ട്. എ എന്നുള്ളതിൽ എന്തേ ഉള്ളൂ? 2 3 4 ഉള്ളൂ. അപ്പൊ എക്ക് പുറത്തുള്ളത്, അതായത് എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ഉണ്ടാവും? അതിൽ 1 ഉണ്ടാവും, പിന്നെ 5 ഉണ്ടാവും, പിന്നെ ആരുണ്ടാവും? 6 ഉണ്ടാവും. ശരിയല്ലേ? ഇനി ആദ്യ ചോദ്യത്തിൽ നമുക്ക് നോക്കിയേ, എ ഇന്റർസെക്ഷൻ എ കോംപ്ലിമെന്റ്. എന്താണ് ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാല്? 2 സെറ്റിലും കോമൺ ആയി ആരെല്ലാം ഉണ്ടോ അതിനെയാണ് എന്ത് വിളിക്കുക? ഇന്റർസെക്ഷൻ എന്ന് വിളിക്കുക. ഇപ്പൊ ഇവിടെ നോക്കടാ, ഈ എ എന്ന് പറയുന്ന സെറ്റിലും എ കോംപ്ലിമെന്റ് എന്ന് പറയുന്ന സെറ്റിലും ആരും തന്നെ കോമൺ ആയിട്ടില്ല. സോ എ ഇന്റർസെക്ഷൻ എ കോംപ്ലിമെന്റ് ഈക്വൽ ടു 5 എന്ന് പറയാം. എന്താ പറയാ? 5 അല്ലെങ്കിൽ നൾ സെറ്റ് ആണെന്ന് പറയാം. അപ്പൊ ആദ്യത്തെ ആൻസർ ആയി കേട്ടാ. യെസ്. ഇനി രണ്ടാമത്തത് എന്താ? പ്രൂവ് ചെയ്യണം അല്ലെ. എ എന്ന് പറഞ്ഞ സെറ്റ് തന്നു, ബി എന്ന് പറയുന്ന സെറ്റ് തന്നു, പിന്നെ യു എന്ന് പറഞ്ഞ യൂണിവേഴ്സൽ സെറ്റ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്താ പ്രൂവ് ചെയ്യേണ്ടത്? എ ഇന്റർസെക്ഷൻ ബി ഓൾ കോംപ്ലിമെന്റ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ് എന്ന് പ്രൂവ് ചെയ്യണം. വേണ്ടേ? അപ്പൊ ആദ്യം നോക്ക്, എ ഇന്റർസെക്ഷൻ ബി എഴുതിക്കോ. എ ഇന്റർസെക്ഷൻ ബി എന്താണ്? എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എ എന്ന് പറയുന്ന സെറ്റിലും ബി എന്ന് പറയുന്ന സെറ്റിലും കോമൺ ആയി ആരെല്ലാം ഉണ്ടോ അവരെയാണ് എന്ത്, എ ഇന്റർസെക്ഷൻ ബിയിൽ എഴുതുക. അപ്പൊ ആരൊക്കെ ഉണ്ടോ നോക്കുന്ന സമയത്ത് കിട്ടും? 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്. ശരിയല്ലേ? എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ 2 3 4. അപ്പോ അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും എ ഇന്റർസെക്ഷൻ ബി ഓൾ കോംപ്ലിമെന്റ്? അതിന്റെ പുറത്തുള്ളത്, അതായത് യൂണിവേഴ്സൽ സെറ്റിലുള്ളതും എന്നാൽ എ ഇന്റർസെക്ഷൻ ബിയുടെ പുറത്തുള്ളതുമായ എലമെന്റുകൾ അത് ഏതൊക്കെയാടാ? 1 ഉണ്ടാവും, 5 ഉണ്ടാവും, 6 ഉണ്ടാവും. ശരിയല്ലേ? അപ്പൊ എന്ത് കിട്ടി? ലെഫ്റ്റ് സൈഡ് നമുക്ക് കിട്ടി, LHS കിട്ടി. എന്താ LHS? എ ഇന്റർസെക്ഷൻ ബി ഓൾ കോംപ്ലിമെന്റ് കിട്ടി. ഇനി RHSലേക്ക് നോക്കുമ്പോ അവിടെ ആദ്യം നമുക്ക് എ കോംപ്ലിമെന്റ് കാണണം, അതായത് എക്ക് പുറത്തുള്ളത് കാണണം. ഏതൊക്കെയാടാ? 1 ഉണ്ട്, പിന്നെ 5 ഉണ്ടാവാം, 6 ഉണ്ടാവാം. ശരിയല്ലേ? ദെൻ ബി കോംപ്ലിമെന്റ് കാണണം. എന്ത് കാണണം? ബി കോംപ്ലിമെന്റ്. വാട്ട് ഈസ് ബി കോംപ്ലിമെന്റ്? ബിക്ക് പുറത്തുള്ളത് ആരൊക്കെ? ബിക്ക് പുറത്തുള്ളത് 1 ഉണ്ടാവാം, പിന്നെ 5 ഉണ്ട്. ശരിയല്ലേ? ഇനി എന്താക്കണം? അതിനെ രണ്ടിനെയും കൂടി യൂണിയൻ ചെയ്യണം. യൂണിയൻ എന്ന് പറഞ്ഞാൽ രണ്ടിനെയും കൂടി കൂട്ടിച്ചേർത്ത് എഴുതുക. ശരിയല്ലേ? ദെൻ എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എ കോംപ്ലിമെന്റിനെയും ബി കോംപ്ലിമെന്റിനെയും കൂട്ടിച്ചേർത്ത് എഴുതണം. അപ്പൊ എന്താ കിട്ടുക? 1 5 6. അപ്പൊ RHSും കിട്ടി. ശരിയല്ലേ? ഇനി ആ LHSലേക്ക് മെല്ലെ നോക്ക്, RHSലേക്ക് മെല്ലെ നോക്ക്. രണ്ടും ഈക്വൽ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം കൂടി എഴുതിക്കൊള്ളാം. എന്ത് എഴുതണം? then it is proved that എന്ത്, A intersection B all complement equal to A complement union B complement എന്ന് എഴുതി താഴെ 2 വരയും കൂടി വരച്ചാൽ 3 മാർക്ക് അതിനും കിട്ടും. ഓക്കെ, അപ്പൊ അതാണ് ആദ്യ ചോദ്യം. ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നോക്കിക്കോ. എ എന്ന് പറയുന്ന ഒരു സെറ്റ് ഏത് ഫോമില തന്നിട്ടുള്ളത്? സെറ്റ് ബിൽഡർ ഫോമിൽ തന്നിട്ടുണ്ട്. ശരിയല്ലേ? അതിനെ നമുക്ക് റോസ്റ്റർ ഫോമിലേക്ക് മാറ്റണം. അപ്പോ എ ഇങ്ങനെ വായിക്കുന്ന സമയത്ത് മനസ്സിലാവും, എക്സ് എന്ന് പറഞ്ഞാൽ ഒരു നാച്ചുറൽ നമ്പർ ആണെന്ന് തന്നിട്ടുണ്ട്. പിന്നെ എന്ത് തന്നിട്ടുണ്ട്? ദാറ്റ് ഈസ് ലെസ് ദാൻ 3, അതായത് 3നേക്കാൾ ചെറിയ നാച്ചുറൽ നമ്പറുകളാണ് എ എന്ന് പറയുന്ന സെറ്റിലുള്ളത്. ശരിയല്ലേ? അപ്പൊ അതിനെ റോസ്റ്റർ ഫോമിലേക്ക് എഴുതുമ്പോൾ 1 2 എന്ന് വരും അല്ലെ. 3നേക്കാൾ ചെറിയ നാച്ചുറൽ നമ്പറുകൾ 0 പെടൂല, അത് ഹോൾ നമ്പർ ആവണം. നാച്ചുറൽ നമ്പർ ആണെങ്കിൽ 1 ഉം 2 ഉം മാത്രമേ ഉള്ളൂ. ഇനി അതിന്റെ ബി പാർട്ടിൽ പറഞ്ഞത് റൈറ്റ് ഓൾ ദ സബ്സെറ്റ് ഓഫ് എ. എ എന്ന് പറയുന്ന സെറ്റിന്റെ എല്ലാ സബ്സെറ്റുകളെയും എഴുതണം. വേണ്ടേ? എങ്ങനെ എഴുതടാ? ഫസ്റ്റ് സെറ്റ് 1, ദെൻ സെറ്റ് 2, then set 1, 2, then ഒരാളും കൂടി ഉണ്ടല്ലോ. ആരാത്? 5 അല്ലെങ്കിൽ നൾ സെറ്റ്. അങ്ങനെ 4 സബ്സെറ്റുകൾ ഉണ്ടാവും.
ഇനി ഒരു കാര്യം കൂടി മനസ്സിലായിക്കോ, ഒരു സെറ്റിലെ സബ്സെറ്റുകളുടെ എണ്ണം എഴുതാനുള്ള ചോദ്യം വന്നാൽ എന്തായിരിക്കും ഇക്വേഷൻ? 2n ആണ് ഇക്വേഷൻ. എന്താണ് ഇക്വേഷൻ? 2n, where n is the number of elements of the set. Number of elements of the set. ഇതിൽ തന്നെ ഒരു ചോദ്യം കൂടി ചോദിക്കാറുണ്ട്, നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റുകൾ. എന്താണ് പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ, ഇപ്പോ ഈ ഒരു എക്സാമ്പിളിനെ നോക്കിയാൽ ഈ 4 1 2 എന്ന് പറയുന്ന സെറ്റിന്റെ സബ്സെറ്റുകൾ. അതില് ഇതിനങ്ങ് ഒഴിവാക്കി എഴുതിക്കോ. അതായത് എ എന്ന് പറയുന്ന സെറ്റ് അതിനൊരു സബ്സെറ്റ് തന്നെ ആണല്ലോ, അതിനെ തൽക്കാലം ഒഴിവാക്കി എഴുതിക്കോ. അതിനെ ഒഴിവാക്കിയാൽ പിന്നെ ബാക്കി ഏതൊക്കെ ഉണ്ട്? 1 ഉണ്ട്, 2 ഉണ്ട്, 5 ഉണ്ട്. ഈ 3 ചേർന്നതിനെ വിളിക്കുന്ന പേരാണിത് പ്രോപ്പർ സബ്സെറ്റുകൾ. അപ്പോ അതെന്തായിരിക്കും? അതിന്റെ ഇക്വേഷൻ 2n - 1 ആയിരിക്കും. എന്തായിരിക്കും? 2n - 1. ഇറ്റ് ഈസ് കോൾഡ് നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ്സ്. എന്താണ് നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ്? ചോദിക്കാറുണ്ട് കേട്ടാ, എഴുതി വെച്ചോളേ. ഇനി അടുത്ത ചോദ്യം, യെസ് ശ്രദ്ധിക്കണേ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഒരു സെറ്റ് ബിൽഡർ ഫോമിൽ ഒരു സാധനം തന്നിട്ടുണ്ട്. അതിനെ ഏതിലേക്ക് മാറ്റണം? റോസ്റ്റർ ഫോമിലേക്ക് മാറ്റണം. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നേരത്തെ ക്വസ്റ്റ്യൻ പോലെ അല്ല, ഇത് റിയൽ നമ്പറിലാണ് ഈ സെറ്റിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. എവിടെയാണ്? റിയൽ നമ്പറിൽ. അങ്ങനെ ഒരു സെറ്റിനെ റിയൽ നമ്പറിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? അതിനെ മാറ്റുന്ന സമയത്ത് റോസ്റ്റർ ഫോമിലേക്ക് മാറ്റുമ്പോൾ അതിനെ ഇന്റർവെല്ലുകളായിട്ടാണ് മാറ്റേണ്ടത്. സെറ്റ് ആയിട്ടല്ല മാറ്റുക. എങ്ങനെ മാറ്റുക? ഇന്റർവെല്ലുകളായിട്ടാണ് മാറ്റേണ്ടത്. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിനെങ്ങനെ മാറ്റൂടാ? -4 x < 5 എന്നാ പറഞ്ഞത്. ശരിയല്ലേ? നമ്മൾ ലീനിയർ ഇനീക്വാളിറ്റി എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് ഈ സാധനം, ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ശരിയല്ലേ? ഇവിടെ ഉള്ളത് ലെസ് ദാൻ മാത്രമാണ്. ഇവിടെ ഉള്ളത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു. ലെസ് ദാൻ മാത്രമാകുമ്പോൾ ഓപ്പൺ ഇന്റർവെല്ലുകളും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആകുമ്പോൾ ക്ലോസ്ഡ് ഇന്റർവെല്ലുകളും യൂസ് ചെയ്യണം. ഇവിടെ -4 അല്ലേ, അപ്പോൾ -4 ഓപ്പൺ ഇന്റർവെൽ, ക്ലോസ്ഡ് ഇന്റർവെൽ 5 വരും. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ. ശരിയല്ലേ? ഓപ്ഷൻ എ. അപ്പൊ അത് ശ്രദ്ധിച്ചോളാം. എവിടെ മാത്രമേ ഇത് പറ്റുള്ളൂ? റിയൽ നമ്പറിലാണ് ഒരു സെറ്റ് എന്നുണ്ടെങ്കിൽ മാത്രമേ ഇതുപോലെ ഇന്റർവെല്ലാക്കി എഴുതാൻ പാടുള്ളൂ കേട്ടോ. ശ്രദ്ധിക്കണേ. ഇനി അടുത്ത ചോദ്യം, യെസ് നല്ല ഭംഗിയുള്ള ചോദ്യമാണ്, നോക്കിക്കോ. ഇഫ് എ ആൻഡ് ബി ആർ ടു സെറ്റ് സച്ച് ദാറ്റ് എ സബ്സെറ്റ് ഓഫ് ബി. എന്താണ് എ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ? എ എന്ന് പറയുന്ന സാധനം ബി എന്ന് പറയുന്ന സെറ്റിന്റെ ഉള്ളിലുള്ള ഒരു ചെറിയ കുഞ്ഞു സെറ്റാന്നാ പറയുന്നത്. ശരിയല്ലേ? അപ്പൊ ഒരു എക്സാമ്പിൾ എഴുതി നോക്കടാ. അപ്പോ എ എന്ന് പറഞ്ഞ തൽക്കാലം 1 2 എന്ന് പറഞ്ഞ സെറ്റ് ആണെന്ന് എഴുതിക്കോട്ടെ. ഇനി ബി എന്ന് പറയുന്ന സെറ്റ് കുറച്ച് വലിയൊരു സെറ്റ് എഴുതിക്കോ. അത് 1 2 3 4 ആണെന്ന് എഴുതിക്കോ. ഇനി രണ്ടും കൂടി വെച്ച് നോക്ക്. നമ്മളെ പറഞ്ഞ സെന്റൻസിന് ഈക്വൽ അല്ലേ? നോക്കിയേ. എ സബ്സെറ്റ് ഓഫ് ബി, അതായത് എ എന്ന് പറയുന്ന സാധനം ബി എന്ന് പറയുന്ന സെറ്റിന്റെ ഉള്ളിലുള്ള കുഞ്ഞു സെറ്റ് ആയിരിക്കണം. അങ്ങനെ തന്നെ അല്ലേ എക്സാമ്പിൾ എഴുതിയിട്ടുള്ളത്? എ സബ്സെറ്റ് ഓഫ് ബി അല്ലേ? എ എന്ന് പറഞ്ഞ 1 2 ആണ്, ബി എന്ന് പറഞ്ഞ 1 2 3 4 ആണ്. അപ്പൊ ബിന്റെ ഉള്ളിലുള്ള ആളല്ലേ എ? അപ്പൊ നമുക്ക് എന്ത് പറയാ? എ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ എന്താ? ദെൻ വാട്ട് ഈസ് എ യൂണിയൻ ബി? അങ്ങനെയാണെങ്കിൽ എന്താണ് എ യൂണിയൻ ബി എന്നാ ചോദിച്ചത്. ഈ എക്സാമ്പിൾ വെച്ച് തന്നെ പറയുകയാണെങ്കിൽ എന്ത് കിട്ടും? എ യൂണിയൻ ബി ഇസ് ഈക്വൽ ടു സെറ്റ് ബി എന്ന് പറയാം. എന്ത് പറയാം? എ യൂണിയൻ ബി ഈക്വൽ ടു സെറ്റ് ബി. ഒരു മാർക്ക് കിട്ടിയില്ലേ? ഇനി ഇതിൽ തന്നെ വേറൊരു ചോദ്യം ഉണ്ടാവും. വാട്ട് ഈസ് എ ഇന്റർസെക്ഷൻ ബി? വാട്ട് ഈസ് എ ഇന്റർസെക്ഷൻ ബി? ഇതേ എക്സാമ്പിൾ വെച്ചിട്ട് നോക്ക്. എന്താ എ ഇന്റർസെക്ഷൻ ബി? ദാറ്റ് ഈസ് സെറ്റ് എ. സെറ്റ് എ നോട്ട് ചെയ്ത് വെച്ചോളാം കേട്ടോ. ഇനി നേരെ തിരിച്ചും വരാം. ബി സബ്സെറ്റ് ഓഫ് എ എന്നും വരാം. അപ്പൊ എന്തായിരിക്കും? ബി എന്ന് പറയുന്ന സെറ്റ് ആയിരിക്കും ചെറുത്, എ എന്ന് പറയുന്ന സെറ്റ് എന്തായിരിക്കും? വലിയ സെറ്റ് ആയിരിക്കും. അപ്പൊ അതിനനുസരിച്ച് ഇതിൽ മാറ്റം വരും. ഇതുപോലെ എക്സാമ്പിൾ എഴുതി നോക്കിയിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇത് എഴുതി പോവാം. ഓക്കെ, യെസ്. ഇനി അടുത്തത് നോക്കിക്കോ. അടുത്തത് അതിലെ അടുത്ത ചോദ്യം, write the set of x such that x is a positive integer and x square less than 40 എന്ന് പറഞ്ഞാൽ x സ്ക്വയറിന്റെ വാല്യൂ എന്തായിരിക്കണം? 40യേക്കാൾ കുറവായിരിക്കണം. കൂടാതെ x എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് ഇന്റിജർ ആയിരിക്കണം. ഒരു പോസിറ്റീവ് ഇന്റിജർ ആയിരിക്കണം. അപ്പൊ 0 പറ്റൂല മക്കളെ. അപ്പൊ ഏതേ പറ്റുള്ളൂ? 1 മുതലേ പറ്റുള്ളൂ. അപ്പൊ 1 മുതൽ എക്സിന്റെ വാല്യൂ എടുത്തു തുടങ്ങുക. എന്നിട്ട് അതിനെ സ്ക്വയർ ചെയ്യുന്ന സമയത്ത് 40നേക്കാൾ അതെന്തായിരിക്കണം? ചെറുതായിരിക്കണം.
അപ്പൊ ഏതൊക്കെയാ സെറ്റിന്റെ ഉള്ളിൽ വരിക? ശരിക്കും ആലോചിച്ചു നോക്കി, ഏതൊക്കെയാ വരിക? 1 സ്ക്വയർ 1 40 ചെറുതാ, 2 സ്ക്വയർ 4 40 ചെറുതാ, 3 സ്ക്വയർ 9 40 ചെറുതാ, 4 സ്ക്വയർ 16 5 സ്ക്വയർ 25 6 സ്ക്വയർ 36 അത്രയും 40 ചെറുതാ, 7 സ്ക്വയർ 49 അത് പറ്റുമോ? പറ്റൂല. അപ്പോ ആ സെറ്റില് ആകെ എത്ര ആളുകളെ ഉള്ളൂ? 1 2 3 4 5 6 ഈ 6 ആളുകളെ അതിലുണ്ടാവുള്ളൂ. അപ്പൊ ഒരു മാർക്ക് കിട്ടി. യെസ്. ഇനി അടുത്ത ചോദ്യം, റൈറ്റ് ഓൾ ദ സബ്സെറ്റ് ഓഫ് സെറ്റ് 2. സെറ്റ് 2ന്റെ എല്ലാ സബ്സെറ്റുകളും എഴുതണം. സിമ്പിൾ അല്ലേ? സിമ്പിൾ അല്ലേ? എന്താണ്? ഒന്ന് സെറ്റ് 2, ദെൻ അടുത്തത് 5, രണ്ടെണ്ണം ഉണ്ടാവും കേട്ടാ. കഴിഞ്ഞു. യെസ്. അടുത്ത് നോക്കിക്കോ. Let A equal to set of x such that x is a natural number less than 3. അതിനെ റോസ്റ്റർ ഫോമിലേക്ക് എഴുതാനാ, 3നേക്കാൾ ചെറിയ നാച്ചുറൽ നമ്പർ എഴുതാൻ എളുപ്പമല്ലേ? ഏതൊക്കെയാ? 1 2 അത്രേ ഉള്ളൂ. Then B പാർട്ട്, റൈറ്റ് ഓൾ ദ സബ്സെറ്റ് ഓഫ് എ. എയുടെ എല്ലാ സബ്സെറ്റുകളെയും എഴുതണം. എഴുതിക്കോ. സെറ്റ് 1 സെറ്റ് 2 സെറ്റ് 1, 2 ആൻഡ് 5 4 ഉണ്ടാവും. 2 മാർക്ക്. ടോട്ടൽ 3 മാർക്ക് കിട്ടിയില്ലേ? യെസ്. യെസ്. ഇതാ വീണ്ടും അടുത്ത ചോദ്യം. അടുത്ത ചോദ്യത്തിൽ ഇതാ വീണ്ടും ഇന്റർവെല്ലുകളെ തന്നിട്ടുണ്ട്. ഇന്റർവെല്ലുകളെ തന്നിട്ട് അതിന്റെ സെറ്റ് ബിൽഡർ ഫോം എഴുതാനാ. ഇന്റർവെൽ ഏതാടാ? ഓപ്പൺ ഇന്റർവെൽ 6 to 12. രണ്ടും ഓപ്പൺ ഇന്റർവെല്ല. അപ്പൊ ലെസ് ദാൻ മാത്രമല്ലേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ നമ്പർ ബി നോക്കിയേ. സെറ്റ് ഓഫ് എക്സ് സച്ച് ദാറ്റ് എക്സ് എലമെന്റ് ഓഫ് റിയൽ നമ്പർ 6 less than x less than 12. ഓപ്ഷൻ നമ്പർ ബി ഈസ് ദ ആൻസർ. യെസ്. ഇനി അതിന്റെ ബി പാർട്ട് ചോദ്യം നമ്മൾ ഓൾറെഡി ചെയ്തു, നേരത്തെ ഓൾറെഡി ചെയ്തതാണ്, അപ്പൊ അത് വേണ്ട. യെസ്. ഇനി അടുത്തത്, ലെറ്റ് എ ഈക്വൽ ടു സെറ്റ് 1 2 3. എ എന്ന് പറയുന്ന സെറ്റ് തന്നിട്ടുണ്ട്, അത് 1 2 3 ആണ്. വാട്ട് ഈസ് ദ നമ്പർ ഓഫ് സബ്സെറ്റ് ഓഫ് എ? എ എന്ന് പറയുന്ന സെറ്റിന്റെ നമ്പർ ഓഫ് സബ്സെറ്റുകൾ എഴുതണം. നേരത്തെ ഇക്വേഷൻ പഠിച്ചു, ദാറ്റ് ഈസ് 2 raised to n. ഇവിടെ n പറഞ്ഞ 3, that is 2 raised to 3 equal to 8 ആണ്. 2 raised to 3 equal to 8 ആണ്. എടാ ഇനി രണ്ടാമത്തത് വളരെ ശ്രദ്ധിച്ചു നോക്കണം. റൈറ്റ് ഓൾ ദ സബ്സെറ്റ് ഓഫ് എ ഹാവിംഗ് 2 elements എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതായത് 2 എലമെന്റുകളുള്ള സബ്സെറ്റുകൾ ഏതൊക്കെ എന്നാണ് എഴുതേണ്ടത്. അതായത് ആ സെറ്റ് എ എന്ന് പറയുന്ന സെറ്റിൽ 3 ആളുകളുണ്ട്. അതിന്റെ സബ്സെറ്റുകൾ എഴുതുന്ന സമയത്ത് 2 സബ്സെറ്റുകളുള്ള എത്ര സബ്സെറ്റുകൾ ഉണ്ടാകും എന്നാ ചോദ്യം. അപ്പൊ ശരിക്കും ഇതിൽ എന്താ ചെയ്യേണ്ടത്? ആ 3 എലമെന്റുകളിൽ നിന്നും ഒരേ സമയം 2 എലമെന്റുകളെ നമ്മൾ സെലക്ട് ചെയ്യണം. 2 എലമെന്റുകളെ നമ്മൾ സെലക്ട് ചെയ്യാം മീൻസ് കോമ്പിനേഷൻ. എന്താണ് കോമ്പിനേഷൻ? എത്രണ്ണത്തിന് 3 എണ്ണത്തിൽ നിന്നും 2 എണ്ണത്തിന് സെലക്ട് ചെയ്യണം. ദാറ്റ് ഈസ് 3c2 എന്ന് പറയാം. എന്താ പറയാ? 3c2. എങ്ങനെ 3c2ന്റെ വാല്യൂ ആണ്? 3 factorial by 2 factorial into 3 minus 2, that is 1 factorial. That is 3 factorial by 2 factorial. The answer is 3. Okay, 2 മാർക്ക് വെറുതെ കിട്ടും. ശ്രദ്ധിച്ചിരുന്നോട്ടാ. ഇനി അടുത്ത ചോദ്യം, ഇഫ് ദ നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ് ഓഫ് എ സെറ്റ് ഈസ് 63. ആദ്യ സെന്റൻസ് വായിക്കുമ്പോ തന്നെ അതിന്റെ ഇക്വേഷൻ നിങ്ങൾ എഴുതിയിരിക്കണം. എന്താ ഇക്വേഷൻ വരിക? 2 raised to n minus 1 that is equal to 63. ശരിയല്ലേ? Then find the number of elements. അതായത് ആ n-ന്റെ വാല്യൂ കണ്ടെത്തുകയാ വേണ്ടത്. ഇവിടെ 2 raised to n minus 1 equal to 63. That is 2 raised to n is equal to 64 എന്ന് കിട്ടും. 2 raised to n equal to 64. എങ്ങനെയെങ്കിലും ആ 64നെ 2ന്റെ പവർ ആക്കി എഴുതണം. എങ്ങനെ നോക്ക്? 2 raised to 1 2, 2 raised to 2 4, 3 വരുമ്പോ 8, 4 വരുമ്പോ 16, 5 വരുമ്പോ 32, 6 വരുമ്പോ 64. That is it is equal to 2 raised to 6. Then n is equal to 6 എന്ന് കിട്ടും. n is equal to 6. വളരെ എളുപ്പട്ടാ. യെസ്. ഇനി അതിന്റെ ബി പാർട്ട് ചോദ്യം നോക്കടാ. ബി പാർട്ട്, if A equal to set of x such that x is a letter in the word mathematics. Mathematics എന്ന് പറയുന്ന പദത്തിന്റെ ലെറ്ററുകളാണ് A എന്ന് പറയുന്ന സെറ്റ്. നോക്കടാ, മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന പദത്തില് എങ്ങനെയുണ്ട്? M എഴുതാം, then A എഴുതാം, T എഴുതാം, H എഴുതാം, E എഴുതാം.
വീണ്ടും എം എഴുതണോ? റിപ്പീറ്റ് ചെയ്ത ഒരു സെറ്റിലെ ആളുകളെ എഴുതാൻ പാടില്ല. അപ്പൊ ഒരു കാരണവശാലും എം വീണ്ടും എഴുതണ്ട, എ വീണ്ടും എഴുതണ്ട, ടി വീണ്ടും എഴുതണ്ട. ദെൻ ഐ എഴുതാം, സി എഴുതാം, എസ് എഴുതാം. ഇത്രയും മതി. ശരിയായില്ലേ? MATHEICS എന്ന് എഴുതിയാൽ എ എന്ന് പറയുന്ന സെറ്റായി. ഇനി ബി എന്ന് പറയുന്ന സെറ്റ് എഴുതണം. ബി എന്ന് പറയുന്ന സെറ്റ് ആരൊക്കെ ഉണ്ടാവും? എസ് ഉണ്ടാവും, ടി ഉണ്ടാവും, എ ഉണ്ടാവും, ഐ ഉണ്ടാവും, സി ഉണ്ടാവും. ഇത്രയല്ലേ ഉള്ളൂ, വേറെ ഒന്നുമില്ലല്ലോ. ബാക്കിയൊക്കെ റിപ്പീറ്റേഷൻ ആണല്ലോ. ദെൻ ഫൈൻഡ് എ മൈനസ് ബി. അതാണ് എ മൈനസ് ബി. എ മൈനസ് ബി എഴുതണം. എന്ത് എഴുതണം? എ മൈനസ് ബി എഴുതണം. വളരെ ശ്രദ്ധിച്ചിരുന്നോ? എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എന്താ? എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എന്താ? ഡെഫിനിഷൻ പറഞ്ഞോ. എയിലുണ്ട്, ബിയിലില്ല. വാട്ട് ഈസ് എ മൈനസ് ബി? എയിലുണ്ട്, ബിയിലില്ല. എയിലുണ്ട്, ബിയിലില്ല. ആരൊക്കെ ഉണ്ടടാ? എയിലുണ്ട്, എം എയിലുണ്ടല്ലോ, ബിയിലില്ലല്ലോ. സോ ഒരാള് എ അല്ല എം ആണ്. പിന്നെ അടുത്ത ആള് എച്ച് നോക്കടാ. എച്ച് ആരിലുണ്ട്? എയിലുണ്ട്, ബിയിലില്ല. അപ്പൊ രണ്ടാമത്തെ ആള് എച്ച്. മൂന്നാമത്തെ ഈനെ നോക്ക്. ഈ എയിലുണ്ട്, ബിയിലില്ല. അപ്പൊ മൂന്നാമത്തെ ആള് അതാണ്. ഇനി സി ഉണ്ടോ? സി ആ സി രണ്ടിലുണ്ട്. അപ്പൊ അത് പറ്റൂല. അപ്പൊ വേറെ ആരെങ്കിലും ഉണ്ടോ? എം ഉണ്ട്, എച്ച് ഉണ്ട്, then C ഉണ്ട്. ബാക്കി ആരുമില്ല. സോ എ മൈനസ് ബി ഈക്വൽ ടു സെറ്റ് എം കോമ എച്ച് കോമ ഇ. ഇനി അതിന്റെ ബി പാർട്ട് ചോദ്യം നോക്കടാ. ബി പാർട്ട് ചോദ്യം Y is a letter in the A intersection B ആണ്. ബി A intersection B. എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള ആളുകൾ എഴുതണം. A intersection B. A intersection B. എയിലും ബിയിലും കോമൺ ആയിട്ട് ആരൊക്കെ ഉള്ളത്? നോക്ക്. എ ഉണ്ടല്ലോ, എ ഉണ്ട്. പിന്നെ ആരുണ്ട്? ടി ഉണ്ട്. പിന്നെ ആരുണ്ട്? ഐ ഉണ്ട്. ഐ. പിന്നെ ആരാ? സി ഉണ്ട്. ദെൻ എസ് ഉണ്ട്. ശരിയല്ലേ? ഇത്രയും ഉണ്ടാവുക. ATICS. അപ്പോ അതുമായി. ഓക്കെ. അടുത്തത് സിമ്പിൾ ചോദ്യം. ഡ്രോ ദ വെൻ ഡയഗ്രാം റെപ്രസെന്റ് എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെന്റ്സ്. അതാണ് ഒന്നാമത്തത്. വെൻ ഡയഗ്രാം വരയ്ക്കുമ്പോൾ ആദ്യം എന്ത് ചെയ്യണം? ഇതുപോലെ ഒരു കോളം വരയ്ക്കണം. അല്ലെ? ഒരു സ്ക്വയറോ അല്ലെങ്കിൽ റെക്ടാങ്കിളോ വരയ്ക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഇതുപോലെ രണ്ട് സർക്കിളുകൾ വരയ്ക്കണം. എന്നിട്ട് ഇവിടെ എ എന്നും ഇവിടെ ബി എന്നും അടയാളപ്പെടുത്തണം. ഇതിൽ എന്താ പറഞ്ഞത്? എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എ യൂണിയൻ ബിക്ക് പുറത്തുള്ളത് എന്നാണ് അർത്ഥം. എന്താ അർത്ഥം? എ യൂണിയൻ ബിക്ക് പുറത്തുള്ളത്. ശരിക്കും എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എന്താടാ? ആ സർക്കിളിൽ ഉൾക്കൊള്ളുന്ന, സർക്കിളിന്റെ ഉള്ളിലുള്ള പോർഷനെ വിളിക്കുന്ന പേരാണ് എന്ത്? എ യൂണിയൻ ബി. അപ്പൊ പുറത്തുള്ളതെന്ന് പറഞ്ഞാൽ ഈ പോർഷൻ അല്ലേ വരിക? ഈ പോർഷൻ അല്ലേ വരിക? ദിസ് ഈസ് കോൾഡ് എന്ത്? എ യൂണിയൻ ബി. ഇത് അതേപോലെ ഇങ്ങനെ ഷെയ്ഡൊക്കെ ചെയ്ത് നല്ല ഭംഗിയാക്കി ഷെയ്ഡ് ചെയ്യുക. അതിന് ശേഷം എന്താക്കണം? ഇതിൽ ഇങ്ങനെ ഒരു വര വരച്ചിട്ട് എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെന്റ് എന്ന് എഴുതിയാൽ 2 മാർക്ക് അതിന് കിട്ടി. ഓക്കെ. ഇനി അതിലെ രണ്ടാമത്തെ ചോദ്യം നോക്കുക. രണ്ടാമത്തെ ചോദ്യത്തിൽ വീണ്ടും തന്നത് എന്താ? എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ്. എന്താന്നത്? എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ്. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? വീണ്ടും ഇതേപോലെ ഒരു സ്ക്വയർ വരച്ചു, ഒരു റെക്ടാങ്കിളോ സ്ക്വയറോ എന്തെങ്കിലും ഒന്ന് വരയ്ക്കുക. അതിന് ശേഷം വീണ്ടും ഇതുപോലെ 2 സർക്കിളുകൾ വരച്ചു. ഇവിടെ എ അടയാളപ്പെടുത്തി, ഇവിടെ ബി അടയാളപ്പെടുത്തി. ആദ്യം നമുക്ക് എന്ത് ചെയ്യണം എന്നറിയോ? എ കോംപ്ലിമെന്റ് വരയ്ക്കണം. ആദ്യം എന്ത് ചെയ്യണം? എ കോംപ്ലിമെന്റ് വരയ്ക്കണം. എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എക്ക് പുറത്തുള്ളത് എന്നാണ് അർത്ഥം. എക്ക് പുറത്തുള്ളത് ഇതാ. എക്ക് പുറത്ത് ഇതാ നോക്കിക്കോ. യെസ്. ഇനി വാട്ട് ഈസ് ബി കോംപ്ലിമെന്റ്? ബി കോംപ്ലിമെന്റ് മീൻസ് ബിക്ക് പുറത്തുള്ളത്. യെസ്. അപ്പൊ ബിക്ക് പുറത്തുള്ളത് വരയ്ക്കാൻ പോവാതെ ഈ ചുവന്ന ലൈൻ കേട്ടാ ബിക്ക് പുറത്തുള്ളത്. ചുവന്ന ലൈന ബിക്ക് പുറത്തുള്ളത്, നീല ലൈന എക്ക് പുറത്തുള്ളത്. ഇതാ വരയ്ക്കുന്നു. ഇനി യൂണിയൻ അല്ലേ മക്കളെ? അപ്പൊ യൂണിയൻ എന്ന് പറഞ്ഞാൽ എന്താ? ആ രണ്ടും കൂടി ചേരണം. അതായത് നീല ലൈനുകളും എല്ലാം കൂടി ചേരണം, ചുവന്ന ലൈനുകളും എല്ലാം കൂടി ചേരണം എന്ന് പറഞ്ഞാൽ ഈ നടുവിലുള്ള എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്ന ഈ പോർഷൻ ഉണ്ടല്ലോ, ഈ ഷെയ്ഡ് ചെയ്ത് മഞ്ഞ കളറിൽ ഷെയ്ഡ് ചെയ്ത എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞ ഈ പോർഷൻ, ആ പോർഷൻ ഒഴികെ ബാക്കി എല്ലാം എന്തിൽ പെടും? എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റിൽ പെടും. ഓക്കെ. അപ്പോ ഇവിടെ എഴുതിയേക്കുക ദിസ് ഈസ് എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ് എന്നും കൂടി എഴുതിച്ചാൽ 2 മാർക്ക് കിട്ടി. യെസ്. അടുത്ത ചോദ്യം.
അടുത്ത ചോദ്യം നോക്കിക്കോ. If P and Q are two sets such that n of P equal to 12. നമുക്കൊരു കാര്യം ചെയ്യടാ, ഒരു ചെറിയൊരു ഡയഗ്രാം വരച്ചു നോക്കട്ടെ. വെൻ ഡയഗ്രാം വരച്ചു നോക്കിയേ. ഇവിടെ P എന്നും Q എന്നും എഴുതി നോക്കട്ടാ. n of P equal to 12. n of P equal to 12 എന്ന് പറഞ്ഞാൽ ഇതാ ഈ ഷെയ്ഡ് കാണില്ലേ, മഞ്ഞ കൊണ്ട് ഷെയ്ഡ് ചെയ്ത ഈ ഭാഗം എത്രയെന്ന് പറഞ്ഞിട്ടുണ്ട്? 12 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 12. Then n of Q minus P. What is Q minus P? Qയിലുണ്ട് Pയിലില്ല. Qയിലുണ്ട് Pയിലില്ല എന്ന് പറഞ്ഞാൽ ഇതാണ് ആ പോർഷൻ. കണ്ട, Qയിലുണ്ട് Pയിലില്ല, ഇതാണ് ആ പോർഷൻ. അതെത്ര? 7 എന്നും വന്നു. 7. Then what is n of P union Q? നോക്കടാ, ഈ ഡയഗ്രാം കാണുമ്പോ തന്നെ ഏതൊരാൾക്കും മനസ്സിലാവൂലേ? 12 7 കൂടി കൂട്ടിയാ പോരെ? 12 7 കൂടി കൂട്ടിയാൽ യൂണിയൻ കിട്ടൂലേ? സോ 12 + 7 that is equal to 19 എന്ന് കിട്ടും. സോ ഓപ്ഷൻ സി. ഇനി ഇതാ വീണ്ടും അടുത്ത ചോദ്യം. If A equal to set of x such that x element of 6, ഇത് റിയൽ നമ്പർ അല്ല. അപ്പൊ നമ്മൾ ഇതിനെ മാറ്റി എഴുതുന്ന സമയത്ത് ഇന്റർവെല്ലുകളായിട്ട് വേണം എഴുതാൻ. ആദ്യത്തെ എങ്ങനെ എഴുതും? ക്ലോസ്ഡ് ഇന്റർവെൽ -2 to 5. അതായത് 2 ക്ലോസാ വരിക അല്ലെ, കാരണം രണ്ടും എന്തിലാ? ക്ലോസ്ഡ് ഇന്റർവെൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്. ഇനി രണ്ടാമത്തത് എങ്ങനെ വരിക? രണ്ടാമത്തത് ഓപ്പൺ ഇന്റർവെൽ 2 to ക്ലോസ്ഡ് ഇന്റർവെൽ 6. ഓപ്പൺ ഇന്റർവെൽ 2 to ക്ലോസ്ഡ് ഇന്റർവെൽ 6 ആണ്. ശരിയല്ലേ? ശരിയാണ്. ഇനി നോക്കിക്കോ, എന്ത് ചെയ്യാൻ പറ്റും? നോക്ക്. ഇതിന്റെ ഇന്റർസെക്ഷൻ കാണണം. അതായത് രണ്ടും ഉൾപ്പെടുന്ന മേഖല, രണ്ടും കൂടി കോമൺ ആയിട്ട് ഉൾപ്പെടുന്നത് എവിടെയാണ് നോക്കണം. ഇവിടെ നോക്കടാ, ഈ ആദ്യത്തെ സെറ്റിൽ -2 ഉണ്ട് അല്ലെ, രണ്ടാമത്തെ സെറ്റിൽ -2 ഇല്ലല്ലോ. കുറെ കഴിഞ്ഞിട്ട് 2 എന്നല്ലേ ഇത് തുടങ്ങുന്നത്. അപ്പോൾ 2 നിന്നും തുടങ്ങുന്നത്. അപ്പോൾ ഈ -2 ഉൾപ്പെടാൻ പറ്റുമോ? ഇല്ല. സോ ലെഫ്റ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ എവിടെ തുടങ്ങാൻ പറ്റുള്ളൂ? ഓപ്പൺ ഇന്റർവെൽ 2 ലെഫ്റ്റ് സൈഡ് തുടങ്ങാൻ പറ്റുള്ളൂ. ശരിയല്ലേ? ഇനി റൈറ്റ് സൈഡിലേക്ക് വായോ. റൈറ്റ് സൈഡിൽ വരുമ്പോ ഒന്ന് ക്ലോസ്ഡ് ഇന്റർവെൽ 5 മറ്റേത് ക്ലോസ്ഡ് ഇന്റർവെൽ 6 ക്ലോസ്ഡ് ഇന്റർവെൽ 6 എടുക്കാൻ പറ്റൂല. അപ്പൊ എന്താ കാരണം? ഇത് 5 വരെ ഉള്ളൂ, അതുകൊണ്ട് 6 എന്തായാലും എടുക്കാൻ പറ്റൂല. അപ്പൊ എവിടെ വരെ മാക്സിമം പറ്റുള്ളൂ? 5 വരെ പറ്റുള്ളൂ. സോ ഇറ്റ് ഈസ് ക്ലോസ്ഡ് ഇന്റർവെൽ 5. സോ ദ ഓപ്ഷൻ ഈസ് ഓപ്ഷൻ ബി. ഓപ്പൺ ഇന്റർവെൽ 2 to ക്ലോസ്ഡ് ഇന്റർവെൽ 5 ആണ് ആൻസർ. യെസ്. അടുത്ത ചോദ്യം. യു ഈസ് ദ യൂണിവേഴ്സൽ സെറ്റ്. യു എന്ന് പറഞ്ഞാൽ വലിയൊരു സെറ്റാ, യൂണിവേഴ്സൽ സെറ്റാ. എ ഈസ് എനി സെറ്റ്. എ എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സലിന്റെ ഉള്ളിലുള്ള ഒരു കുഞ്ഞി സെറ്റാ. അപ്പൊ തൽക്കാലം യുവിനെ നമുക്ക് 1 2 3 4 5 6 എന്ന് എടുക്കാം. എ എന്ന് പറയുന്ന സെറ്റിനെ ചെറുതല്ലേ 1 2 എന്ന് എടുക്കാം. ഇനി കാണുന്നത് യു ഇന്റർസെക്ഷൻ എ കാണണം. യു ഇന്റർസെക്ഷൻ എ. വാട്ട് ഈസ് യു ഇന്റർസെക്ഷൻ എ? യു ഇന്റർസെക്ഷൻ എ എന്താ? 1 2 അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ? എ അല്ലേ? സോ ദ ആൻസർ ഈസ് എ. സെറ്റ് എ. യെസ്. അടുത്തത്. ഇഫ് ദ നമ്പർ ഓഫ് സബ്സെറ്റ്സ് വിത്ത് 2 elements ഓഫ് എ സെറ്റ് ഈസ് സെറ്റ് പി ഈസ് 10 എന്ന് പറഞ്ഞാൽ എന്താ? സെറ്റ് പി എന്ന് പറഞ്ഞ ഒരു സെറ്റ് ഉണ്ട്, അതിൽ എത്രയോ എലമെന്റ് ഉണ്ട്. എത്ര എലമെന്റ് നമുക്ക് അറിഞ്ഞൂടാ. എന്നിട്ട് അതിന്റെ സബ്സെറ്റുകൾ നമ്മൾ എഴുതുന്ന സമയത്ത് 2 എലമെന്റ്സ് വരുന്ന സബ്സെറ്റുകളുടെ എണ്ണം എത്രയാണ്? 10 ആണ്. അങ്ങനെയാണെങ്കിൽ ആ സെറ്റില് പി എന്ന് പറയുന്ന സെറ്റില് എത്ര ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് കാണേണ്ടത്. ഓക്കെ. അപ്പോ തൽക്കാലം നമുക്ക് കരുതാം n എലമെന്റ് ആണ് ആ സെറ്റിലുള്ളത് എഴുതിക്കോ. നമ്മളോട് പറഞ്ഞത് എന്താ? 2 എലമെന്റുകൾ വരുന്ന സബ്സെറ്റുകൾ, 2 ആളുകൾ വരുന്ന സബ്സെറ്റുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ അല്ലേ, NC2 എന്നല്ലേ എടുക്കേണ്ടത്? 2NC2 എന്ന് എടുക്കാൻ കാരണം 2 ആളുകളുള്ള സബ്സെറ്റുകൾ. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയെന്നാ പറഞ്ഞത്? 10 എന്ന് പറഞ്ഞു. ദാറ്റ് ഈസ് NC2 ഈക്വൽ ടു 10. അതിൽ നിന്ന് എന്ത് കാണണം? n-ന്റെ വാല്യൂ കാണണം. എങ്ങനെ കാണണ്ട n-ന്റെ വാല്യൂ? ഇത് ആദ്യം എക്സ്പാൻഡ് ചെയ്തോ. n ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് 2 ഫാക്ടോറിയൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 10. ശരിയല്ലേ? ഈ n ഫാക്ടോറിയലും n മൈനസ് 2 ഫാക്ടോറിയൽ വെട്ടുന്ന സമയത്ത് മേലെ എന്ത് വരും? n ഇൻറ്റു n മൈനസ് 1. ശരിയല്ലടാ? ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഫാക്ടോറിയൽ ഞങ്ങൾ കൊണ്ടുപോയാൽ 10 ഇൻറ്റു 2 എന്ന് വരും. 10 ഇൻറ്റു 2 20.
അതായത് n ഇൻറ്റു n മൈനസ് 1 ഈസ് ഈക്വൽ ടു 20 എന്ന് പറഞ്ഞാൽ എന്താ, ഈ n-ഉം n മൈനസ് 1-ഉം തമ്മിലുള്ള ബന്ധം എന്താ, രണ്ടും അടുത്തടുത്തുള്ള രണ്ട് നമ്പറുകളാണ്. ഒരു നമ്പർ 5 ആണെങ്കിൽ അടുത്ത നമ്പർ തൊട്ട് താഴെയുള്ള നമ്പർ ആയിരിക്കും അല്ലെ. അങ്ങനെ അടുത്തടുത്തുള്ള രണ്ട് നമ്പറുകളെ തമ്മിൽ ഗുണിച്ചാൽ 20 കിട്ടണം. ഏതൊക്കെ ആയിരിക്കും നമ്പർ? 5 ആണ് ഒരു നമ്പർ, n-ന് 5 ആക്കി എടുത്തു നോക്ക്. 5 1 കുറച്ച 4 അല്ലേ, 5 ഇൻറ്റു 4 ഈക്വൽ ടു 20 അല്ലേ. സോ n ഇസ് ഈക്വൽ ടു 5. അതായത് P എന്ന് പറയുന്ന ആ സെറ്റില് 5 ആളുകൾ ഉണ്ടാവും. ഓക്കെ, യെസ്. അപ്പൊ അത് കഴിഞ്ഞു. ഇനി അടുത്ത ചോദ്യം നോക്കിക്കോ. കൺസിഡർ എ വെൻ ഡയഗ്രാം ഓഫ് ദ യൂണിവേഴ്സൽ സെറ്റ് യു. യു എന്ന് പറയുന്ന യൂണിവേഴ്സൽ സെറ്റ് തന്നിട്ടുണ്ട്. അത് 1 മുതൽ 13 വരെയാണ്. 1 മുതൽ 13 വരെ. ഇനി ആ വെൻ ഡയഗ്രം നോക്കിയിട്ട് എ എന്ന് പറയുന്ന സെറ്റും ബി എന്ന് പറയുന്ന സെറ്റും എഴുതണം അല്ലെ. വെൻ ഡയഗ്രത്തിലേക്ക് ഇങ്ങനെ നോക്കുന്ന സമയത്ത് എ എന്ന് പറഞ്ഞ സെറ്റ് ഇതല്ലടോ, ഇതല്ലേ. അതിൻ്റെ ഉള്ളിൽ ആരൊക്കെ ഉണ്ട് നോക്കാം. 6 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 10 ഉണ്ട്. കഴിഞ്ഞു. ഇനി ബി എന്ന് പറഞ്ഞ സെറ്റിക്ക് നോക്കുക. ആരൊക്കെ ഉണ്ട്? 3, 4, 2, 5, 11 അത്ര ആളുകളുള്ളത്. അപ്പൊ എന്തായി? എനെയും ബിനെയും റോസ്റ്റർ ഫോമിൽ എഴുതി. then verify that ബി ക്വസ്റ്റ്യൻ എന്താ? verify that എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെന്റ്. ആദ്യം എ യൂണിയൻ ബി എഴുതണം. വാട്ട് ഈസ് എ യൂണിയൻ ബി? എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ രണ്ടും കൂടി കൂട്ടിച്ചേർത്ത് എഴുതിക്കോ. 2, 3, 4, 5, 6, 10, 11 ഇത്രയേ ഉള്ളു എ യൂണിയൻ ബി. അതേ ഓൾ കോംപ്ലിമെന്റ് എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ ആരുണ്ടാവും? 1 ഉണ്ടാവും, പിന്നെ 7 ഉണ്ടാവും, 8 ഉണ്ടാവും, 9 ഉണ്ടാവും, 12 ഉണ്ടാവും, 13 ഉണ്ടാവും. ഇത്ര ആളുകളാ ഉള്ളത് അല്ലെ. ഇനി അത് എന്തിനോട് ഈക്വൽ ആണെന്ന് നോക്കണം. എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റിനോട് ഈക്വൽ ആണെന്ന് നോക്കണം. എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് അല്ലെ. നോക്കാം കേട്ടാ. നോക്കിക്കോ, മേലെ എഴുതിയ കാണുമായിരിക്കും അല്ലെ. അപ്പോ എ കോംപ്ലിമെന്റ് എഴുതാം ഫസ്റ്റ്. വാട്ട് ഈസ് എ കോംപ്ലിമെന്റ്? എ കോംപ്ലിമെന്റ് എ കോംപ്ലിമെന്റ് ഈക്വൽ ടു എക്ക് പുറത്തുള്ളത് എന്നല്ലേ അർത്ഥം. 1 ഉണ്ട്, 2 ഉണ്ട്, then 5, 7, 8, 9, 11, 12, 13 ഇത്രയാളുണ്ടാവും. ശരിയല്ലേ. ഇനി വാട്ട് ഈസ് ബി കോംപ്ലിമെന്റ്? ബി കോംപ്ലിമെന്റ് ഈക്വൽ ടു ബിക്ക് പുറത്തുള്ളത് ആരൊക്കെടാ? പിന്നെ 1, 2, 3, 4, 5 അവിടെ ഉണ്ട്, 6 ഉണ്ട്, 7, 8, 9, 10, 12, 13 ഇത്രയുണ്ട്. ഇനി അതിന്റെ രണ്ടിന്റെ ഇന്റർസെക്ഷൻ എടുക്കണം. അതായത് എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എടുക്കണം. രണ്ടിലും കോമൺ ആയിട്ടുള്ള ആരൊക്കെ നോക്കിക്കോ. 1 രണ്ടിലും കോമണാ, പിന്നെ 7 രണ്ടിലും കോമണാ, 8 രണ്ടിലും കോമണാ, 9 രണ്ടിലും കോമണാ, പിന്നെ 12 കോമണാ, 13 കോമണാ. 1, 7, 8, 9, 12, 13. യെസ്. അപ്പൊ എന്ത് കിട്ടി? എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെന്റും എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റും രണ്ടും ഈക്വൽ ആണെന്ന് കിട്ടി. then it is verified. അപ്പൊ താഴത്തെ എഴുതിക്കണം. then it is verified that a union b all complement equal to a complement intersection b complement എന്ന് എഴുതി അവസാനിപ്പിച്ചോളാം. ഓക്കെ, യെസ്. ഇനി അടുത്ത ചോദ്യം പറഞ്ഞത് find n of a intersection b all complement. what is a intersection b? എയിലും ബിയിലും കോമൺ ആയിട്ടുള്ളത് ആരൊക്കെ? എ ഇന്റർസെക്ഷൻ ബി നോക്കടാ. നോക്ക് 3 ഉണ്ട്, 4 ഉണ്ട്. അതിനുള്ളൂ 3, 4 യെസ്, 3, 4 മാത്രമേ ഉള്ളൂ. അപ്പോ അതിന്റെ കോംപ്ലിമെന്റ് അതിന്റെ പുറത്ത് 1 മുതൽ 13 വരെ അല്ലേ. അപ്പൊ 13 നമ്പർ 2 പോവാ. അപ്പൊ 11 ആണ് ഇതിന്റെ ആൻസർ. എത്രയാണ്? 11. യെസ്. അപ്പൊ അത് കഴിഞ്ഞു. ഇനി ഇതാ അടുത്ത ചോദ്യം. ഇഫ് ടു സെറ്റ് എ ആൻഡ് ബി ആർ ഡിസ്ജോയിന്റ് വിച്ച് among the following is true? എന്താണ് രണ്ട് സെറ്റുകൾ ഡിസ്ജോയിന്റുകൾ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? രണ്ട് സെറ്റിലും കോമൺ ആയിട്ട് ഒരാൾ പോലും ഇല്ല എന്നാണ് അർത്ഥം. അങ്ങനെയാണെങ്കിൽ എന്ത് നമുക്ക് എഴുതാം? എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു എ നൾ സെറ്റ്, ദാറ്റ് ഈസ് എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു 5 എന്ന് പറയാം. ഇനി അടുത്തത് എന്താ? ഫൈൻഡ് ദ സൊല്യൂഷൻ സെറ്റ് ഓഫ് ദ ഇക്വേഷൻ x² + x - 2 = 0 ഇൻ റോസ്റ്റർ ഫോം. അതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ് മക്കളെ. അതിനെ റോസ്റ്റർ ഫോമിലേക്ക് എഴുതാൻ പറഞ്ഞാൽ ആദ്യം ആ ക്വാഡ്രാറ്റിക് ഇക്വേഷനെ സോൾവ് ചെയ്യണം. എങ്ങനെ സോൾവ് ചെയ്യും? -b + or minus root of b² - 4ac / 2a അത് വെച്ചാണ് സോൾവ് ചെയ്യാൻ.
ഇതില് നോക്കുമ്പോൾ മനസ്സിലാവും A ഈക്വൽ ടു 1, B ഈക്വൽ ടു 1, C ഈക്വൽ ടു -2മാണ്. A ഈക്വൽ ടു 1, B ഈക്വൽ ടു 1, C ഈക്വൽ ടു -2. അത് നേരെ കൊടുക്കണം. അത് നേരെ കൊടുക്കുമ്പോൾ രണ്ട് വാല്യൂസ് കിട്ടും. അതിന് റോസ്റ്റർ ഫോമിൽ എഴുതിയാൽ മതി. യെസ്. അടുത്ത ചോദ്യം. Let A equal to x such that x is an integer 1/2 less than x less than 7/2. അതായത് 1/2നും 7/2നും ഇടയിലുള്ള ഇന്റിജറുകളാണ് A എന്ന് പറയുന്ന സെറ്റ്. 1/2 എന്ന് പറഞ്ഞാൽ 0.5, 7/2 എന്ന് പറഞ്ഞാൽ 3.5. ഇതിന്റെ രണ്ടിന്റെയും ഇടയിലുള്ള ഇന്റിജറുകൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് വരിക? ഇവിടെ 0 കഴിഞ്ഞിട്ടല്ലേ 0.5, അത് കഴിഞ്ഞിട്ട് 1 ഇവിടെ, അത് കഴിഞ്ഞിട്ട് 2 ഇവിടെ, ഇത് കഴിഞ്ഞിട്ട് 3 ഇവിടെ, then അല്ലേ 3.5. ഇതിന്റെ രണ്ടിന്റെ ഇടയിലുള്ള ഇന്റിജറുകൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? 1, 2, 3. അപ്പോ സെറ്റ് A ഈക്വൽ ടു 1, 2, 3. then സെറ്റ് B ഈക്വൽ ടു 2, 3, 4. അത് ഓൾറെഡി തന്നിട്ടുണ്ട്. യെസ്. then പവർ സെറ്റ് ഓഫ് A യൂണിയൻ B, അത് വേണ്ട, ആ സാധനം എന്താണ്? ഡിലീറ്റഡ് ആണ്, അപ്പൊ അത് പോയി. then verify that A minus B union A intersection B. എന്താണ് A minus B എന്ന് പറഞ്ഞാൽ? A യിലുണ്ട്, B യിലില്ല, A യിലുണ്ട്, B യിലില്ല. then A minus B equal to set 1. What is A intersection B? A യിലും B യിലും കോമൺ ആയി ഉള്ളവർ ആരടാ? A യിലും B യിലും കോമൺ ആയിട്ടുള്ളത് 2, 3. അത് രണ്ടും കൂടി യൂണിയൻ എഴുതിക്കോ. അപ്പൊ എന്ത് കിട്ടും? 1, 2, 3. അതല്ലേ സെറ്റ് A? യെസ്. സോ അതെന്തായി? വെരിഫൈ ആയി. താഴെ 2 മാർക്കിന്റെ ചോദ്യ. താഴെ ഒരു സെന്റൻസ് എഴുതി വെച്ചോളാം. It is verified that A minus B union A intersection B equal to A എന്ന് നിർബന്ധമായും എഴുതണം. എന്നാലേ ഫുള്ള് കിട്ടുള്ളൂ ട്ടാ. യെസ്. അടുത്ത ചോദ്യം. കുറെ സെറ്റിന്റെ ചിഹ്നെല്ലാം കൂടി തന്ന് ആകെ ബേജാറാക്കുന്നുണ്ട്. ഒന്നും ടെൻഷൻ അടിക്കണ്ട, നോക്കിക്കോ. ഫസ്റ്റ് A നോക്കാം. A ഇന്റർസെക്ഷൻ B. A യിലും B യിലും കോമൺ ആയി ആരെങ്കിലും ഉണ്ടോ? A യിലും B യിലും കോമൺ ആയി ആരെങ്കിലും ഉണ്ടോ? A എന്ന് പറഞ്ഞ സെറ്റ് എന്താ? സെറ്റ് 1. അപ്പൊ ആ 1 എന്ന് പറയുന്ന ശരിക്കും എലമെന്റ്. പക്ഷെ B എന്നുള്ളത് നോക്ക്, സെറ്റ് ഓഫ് സെറ്റ് 1, 2 എന്ന് പറഞ്ഞാൽ ബിയിൽ 2 എലമെന്റുകൾ, ഒന്ന് സെറ്റ് 1, ഒന്ന് 2. അപ്പോ സെറ്റ് 1 ആണ് ബിയിലുള്ളത്, എയിലുള്ളത് എന്താ? വെറും 1. അപ്പൊ A ഇന്റർസെക്ഷൻ B എന്ന് പറഞ്ഞാൽ വല്ലതും എഴുതാൻ പറ്റുമോ? ഒന്നും എഴുതാൻ പറ്റില്ല. 5 നൾ സെറ്റ് 5. then B എന്താണ്? B ഇന്റർസെക്ഷൻ C. ബിയിലും സിയിലും കോമൺ ആയിട്ട് ആരുണ്ട്? യെസ്. ബിയിലേക്കും സിയിലേക്കും ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഒരാളെ കിട്ടി. ആരാണത്? സെറ്റ് 1. സെറ്റ് 1 എന്ന് പറഞ്ഞ ആള് ബി എന്ന് പറഞ്ഞ സെറ്റിലുണ്ട്, സി എന്ന് പറഞ്ഞ സെറ്റിലുണ്ട്. സോ ഇറ്റ് ഈസ് സെറ്റ് 1. സെറ്റ് ഓഫ് സെറ്റ് 1. സെറ്റ് എഴുതണ്ടേ? സെറ്റ് ഓഫ് സെറ്റ് 1 അങ്ങനെ എഴുതണ്ടേ? യെസ്. അപ്പൊ ബി ആയി. ഇനി സി നോക്കാം. സി എൻ ഓഫ് A ഇന്റർസെക്ഷൻ B ഓൾ കോംപ്ലിമെന്റ്. എടാ, A ഇന്റർസെക്ഷൻ B ഓൾ കോംപ്ലിമെന്റ്. എന്താണ് A ഇന്റർസെക്ഷൻ B? ഒന്നുമില്ലല്ലോ കോമൺ ആയിട്ട്, 5 അല്ലേ? അപ്പോ അത് ഓൾ കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോ തന്നെ യു എന്ന് പറയുന്ന സെറ്റിൽ എത്ര ആളുകളുണ്ടോ അവരെല്ലാം ആ സെറ്റിൽ വന്നല്ലോ. പിന്നെ ഈ ആളെ നോക്കേണ്ട ആവശ്യമേ ഇല്ല. കാരണം എന്താ? ഇതിൽ തന്നെ എന്ത് വന്നു? ഈ യൂണിയൻ സെറ്റിലുള്ള, മീൻസ് യൂണിവേഴ്സൽ സെറ്റിലുള്ള എല്ലാവരും ഇതിൽ തന്നെ വന്നു. A ഇന്റർസെക്ഷൻ B ഓൾ കോംപ്ലിമെന്റ് തന്നെ. കാരണം A ഇന്റർസെക്ഷൻ B അവിടെ എന്താണ്? നൾ സെറ്റ് ആയതുകൊണ്ട്. സോ യൂണിവേഴ്സൽ സെറ്റിൽ എത്ര ആളുണ്ട് നോക്കോ? 1, 2, 3, 4, 5, 6. സോ ദ ആൻസർ ഈസ് 6. ഓക്കെ. ഇനി അടുത്ത ചോദ്യം. യെസ്. എ എന്ന് പറയുന്നതും ബി എന്ന് പറയുന്ന 2 സെറ്റുകൾ തന്നിട്ടുണ്ട്. അതിനെ റോസ്റ്റർ ഫോമിലേക്ക് എഴുതാൻ ആദ്യത്തെ ചോദ്യം. റോസ്റ്റർ ഫോമിൽ എഴുതുന്ന സമയത്ത് ആദ്യം നിങ്ങൾ ഇതിനെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഒക്കെ വെച്ചിട്ട് എന്താക്കണം? സോൾവ് ചെയ്യണം. സോൾവ് ചെയ്യുന്ന സമയത്ത് ഇതാ x-3 into x-2 equal to 0. then x equal to 3ഉം x equal to 2ഉം കിട്ടും. നിങ്ങൾ -b പ്ലസ് ഓർ മൈനസ് വെച്ച് ചെയ്താൽ മതി. അപ്പൊ കിട്ടിക്കോളും. x equal to 3, x equal to 2. അതാണ് A എന്ന് പറയുന്ന സെറ്റ്. A equal to 3, 2. then B എന്ന് പറഞ്ഞാൽ എന്താ? x² equal to 9. x² 9 ആണെന്നുണ്ടെങ്കിൽ B എന്ന് പറയുന്ന സെറ്റ് 3ന്റെ സ്ക്വയറും -3ന്റെ സ്ക്വയറും 9 അല്ലേ? സോ B equal to 3, -3. അപ്പൊ എന്തുണ്ടായടാ? A എന്ന് പറയുന്ന സെറ്റിനെയും B എന്ന് പറയുന്ന സെറ്റിനെയും റോസ്റ്റർ ഫോമിൽ എഴുതിയില്ലേ? then B എന്താ? A യൂണിയൻ B കാണണം. രണ്ടും കൂടി കൂട്ടിച്ചേർത്ത് എഴുതിക്കോ. 2, 3, -3. A ഇന്റർസെക്ഷൻ B കാണണം. രണ്ടിലും കോമൺ ആയി ഉള്ളത് B അല്ല സെറ്റ് 3 അല്ലേ? യെസ്. അപ്പൊ അതിന്റെ ആൻസർ ആയി. ഇനി സി എന്താ?
എ മൈനസ് ബിയും ബി മൈനസ് എയും ആദ്യം കാണണം. വാട്ട് ഈസ് എ മൈനസ് ബി? എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എയിലുണ്ട് ബിയിലില്ല, എയിലുണ്ട് ബിയിലില്ല. ആരത്? എയിലുണ്ട് ബിയിലില്ല, സെറ്റ് 2. ഇനി അടുത്തത് ബി മൈനസ് എ അല്ലേ? എന്താ ബി മൈനസ് എ? ബിയിലുണ്ട് എയിലില്ല, ആരത്? സെറ്റ് -3 ആണ്. ഇനി ലെഫ്റ്റ് സൈഡിൽ എന്താ പറഞ്ഞത്? അതിനെ രണ്ടിനെയും കൂടി യൂണിയൻ ചെയ്യണം. അതായത് എ മൈനസ് ബി യൂണിയൻ ബി മൈനസ് എ ചെയ്യണം. ആരൊക്കെ വരും? സെറ്റ് 2, -3, സെറ്റ് 2, -3. യെസ്. ഇനി അതിന്റെ റൈറ്റ് സൈഡിൽ എന്താ ഉള്ളത്? എ യൂണിയൻ ബി കണ്ടിട്ട് അതിൽ നിന്ന് എ ഇന്റർസെക്ഷൻ ബി കുറയ്ക്കാൻ. എ യൂണിയൻ ബി ഓൾറെഡി നമ്മൾ കണ്ടിട്ടുണ്ട്, 2, 3, -3. അതിന് എ ഇന്റർസെക്ഷൻ ബി കുറയ്ക്കാൻ പറഞ്ഞാൽ എ യൂണിയൻ ബിയിൽ ഉണ്ടാകണം, എ ഇന്റർസെക്ഷൻ ബിയിൽ ഉണ്ടാകരുത് എന്ന് പറഞ്ഞാൽ ഏതാണത്? 2, -3. അപ്പൊ എന്തായി? ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഈക്വൽ ആയി. സോ ഇറ്റ് ഈസ് വെരിഫൈഡ്. കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. അപ്പോ സെറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ വളരെ സിമ്പിളാ. ഓക്കെ, അപ്പോ വളരെ ഭംഗിയിൽ എഴുതണം. ഇതിന്ന് കിട്ടുന്ന 6 മാർക്കുകളും നിർബന്ധമായിട്ടും നിങ്ങൾക്ക് കിട്ടുകയും വേണം. കേട്ടല്ലോ? എടാ കഴിഞ്ഞില്ല, ഒരു ഇമ്പോർട്ടന്റ് ആയ 2 ചോദ്യം കൂടി ഉണ്ട്. ഓക്കെ, അതും കൂടി നോക്കിക്കോ. ഇത് നേരത്തെ പറഞ്ഞത് തന്നെയാണ്, പക്ഷെ അതിന്റെ വെൻ ഡയഗ്രം നമ്മൾ നേരത്തെ വരച്ചില്ല അല്ലെ. ചിലപ്പോൾ അത് 2 മാർക്കിന് ചോദിക്കാവുന്ന ഒരു ചോദ്യം കേട്ടാ. അപ്പൊ അതുകൊണ്ടാണ് എ സബ്സെറ്റ് ഓഫ് ബി എന്നാ പറഞ്ഞത്. അതിന്റെ അർത്ഥം എ എന്ന് പറയുന്നത് ബി എന്ന് പറയുന്ന സെറ്റിന്റെ ഉള്ളിലുള്ള ചെറിയ സെറ്റാ. അപ്പൊ ഇങ്ങനെ വേണമെങ്കിൽ എഴുതാ, എ എന്ന് പറഞ്ഞാൽ അത് സ്മോൾ ആണ്, ബി എന്ന് പറഞ്ഞാൽ അത് ബിഗ് ആണ്. ശരിയല്ലേ? വലിയ സെറ്റ് ഏതാ? ബി ആണല്ലോ. അപ്പോ എ യൂണിയൻ ബി, എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ വലിയ സെറ്റ് അല്ലേ വരിക. സോ ബി ആണ് എ യൂണിയൻ ബി. ഇനി അതിന്റെ വെൻ ഡയഗ്രം വരയ്ക്കണം. എന്താ വെൻ ഡയഗ്രം വരയ്ക്കേണ്ടത്? ബി മൈനസ് എ, ബിയിലുണ്ട് എയിലില്ല, അതാ വരയ്ക്കേണ്ടത്. ബിയിലുണ്ട് എയിലില്ല. ഇതിന്റെ വെൻ ഡയഗ്രം വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം, നേരത്തെ വരച്ച പോലെ അല്ല ഇതിന്റെ വെൻ ഡയഗ്രം വരയ്ക്കേണ്ടത്. ഇപ്പോതാ ഇത് ഒരു സെറ്റാന്ന് എഴുതിക്കോ. വലിയ സെറ്റ് ആയതുകൊണ്ട് തീർച്ചയായിട്ടും ഇതെന്തായിരിക്കും? സെറ്റ് ബി ആയിരിക്കും. ഇനി എ എന്ന് പറയുന്ന സെറ്റ് ബിയുടെ സബ്സെറ്റ് ആണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ബി എന്ന് പറയുന്ന സെറ്റിന്റെ ഉള്ളിലുള്ള ചെറിയ സ്മോൾ കുഞ്ഞു സെറ്റാണ് ആര്? എ. അപ്പോ എ എന്ന് പറയുന്ന സെറ്റിന് ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ വരയ്ക്കണ്ടേ? എ കണ്ട ഇങ്ങനെ വരയ്ക്കണം കേട്ടോ. എ എന്ന് പറഞ്ഞ സെറ്റ് ഇതേപോലെ വരയ്ക്കണം, അല്ലാതെ ഇങ്ങനെ മറ്റേ പോലെ അല്ല വരയ്ക്കുക, ഇതുപോലെ വരയ്ക്കുക. അപ്പൊ ബിന്റെ ഉള്ളിലുള്ള ചെറിയ സെറ്റാണ് എ. അതായി. ഇനി എന്താ വരയ്ക്കേണ്ടത്? ബി മൈനസ് എ. ബി മൈനസ് പറഞ്ഞാൽ ബിയിലുണ്ട് എയിലില്ല. അപ്പൊ ദാ ബിയിലുണ്ട് എയിലില്ല, ബിയിലുണ്ട് എയിലില്ല, ബിയിലുണ്ട് എയിലില്ല. ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗമൊക്കെ ബിയിലുള്ളതല്ലേ, എയിലില്ലാത്തതുമല്ലേ. അപ്പോ ആ ഭാഗമാണ് എന്ത്? ബി മൈനസ് എ എന്ന് പറയുന്ന പോർഷൻ. ഓക്കെ, യെസ്, അതാണ് ഒരു ചോദ്യം. ഇനി രണ്ടാമത്തെ ഈ ഒരു ചോദ്യം കൂടി നോക്കിക്കോ. ഇഫ് എ ഈക്വൽ ടു സെറ്റ് ഓഫ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 3n, n എലമെന്റ് ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ എ എന്ന് പറയുന്ന സെറ്റിലുള്ളത്, എ എന്ന് പറയുന്ന സെറ്റിന്റെ ഉള്ളിലുള്ളത് ആരാണ്? 3ന്റെ മൾട്ടിപ്പിളുകളാണ്. 3ന്റെ മൾട്ടിപ്പിളുകൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാ? 3, 6, 9, 12, 15 എക്സെട്ര. ഇനി ബി എന്ന് പറയുന്ന ഒരു സെറ്റ് ഉണ്ട്, അതിന്റെ ഉള്ളിലുള്ളതൊക്കെ ആരാണ്? 4ന്റെ മൾട്ടിപ്പിളുകളാണ്. 4ന്റെ മൾട്ടിപ്പിൾ 4, 8, 12, 16, 20 എക്സെട്ര. യെസ്, അതുമാണുള്ളത്. അപ്പോ എന്ത് കാണണം? എ ഇന്റർസെക്ഷൻ ബി കാണണം. എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള ആളുകൾ. ഇത് കുറച്ചും കൂടി എഴുതടാ. 15 കഴിഞ്ഞാൽ പിന്നെ 18, 21, 24, ഇത് വരുമ്പോൾ 24 വരും. യെസ്. ഇനി ഇതിൽ രണ്ടിലും കോമൺ ആയിട്ടുള്ളത് ആരാ നോക്ക്. ഇവിടെ 12 ഉണ്ട്, ഇവിടെ 12. അപ്പൊ ഒരാള് 12. പിന്നെ കോമൺ വരുന്നത് ഏതാ? 24. അപ്പൊ അടുത്ത ആള് 24. അപ്പൊ നോക്ക്, ആ വന്നതൊക്കെ ശരിക്ക് പിന്നെ 12ന്റെ മൾട്ടിപ്പിളുകളല്ലേ. ആദ്യം 12 വന്നു, പിന്നെ 24 വന്നു, അടുത്തത് ആരായിരിക്കും? 36, അടുത്തത് 48 എക്സെട്ര. ഇതായിരിക്കും എന്ത്? എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത്. അത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ എഴുതാ, ബി എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു സെറ്റ് ഓഫ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 12n, n എലമെന്റ് ഓഫ് സെഡ്. ഇങ്ങനെ വേണമെങ്കിലും എഴുതാം. ഓക്കെ, അപ്പോ ഈ 2 ചോദ്യം കൂടി നോക്കിപ്പോയിക്കൊള്ളാം. ഓക്കെ, ബൈ.